മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നത് സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നതിൽ നിന്ന് സ്വകാര്യ ഏജൻസികളെ വിദ്യാഭ്യാസ വകുപ്പ് വിലക്കി. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സ്വകാര്യ ഏജൻസികളെയോ സ്ഥാപനങ്ങളെയോ ക്ലാസ് എടുക്കാൻ ഇനി അനുവദിക്കില്ല. കുട്ടികളുടെ വിവരങ്ങൾ നൽകരുത്. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്കൂളിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലർ പറയുന്നു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, യഥാർത്ഥത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്? ഐസ്കൻ, ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുന്നോടിയായി ചോദ്യക്കടലാസുകൾ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ നേരത്തെ കിട്ടിയത്, ചോർന്ന് കിട്ടിയത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്നത്. അതായത് സ്വകാര്യ ഏജൻസികൾക്ക് ഒരു കാരണവശാലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പരിപാടി നടത്താനോ ക്ലാസ് എടുക്കാനോ അനുവാദം നൽകരുത് എന്നുള്ളൊരു ഉത്തരവാണ്, നിർണായക ഉത്തരവാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. സ്വകാര്യ ഏജൻസികൾക്കും ക്ലാസ് എടുക്കാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ കുട്ടികളുടെ വിവരങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സ്വകാര്യ ഏജൻസികൾക്ക്, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകരുതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു കൊടുക്കരുത്. കുട്ടികളുടെ വിവരം ശേഖരിക്കാൻ ഒരു തരത്തിലുള്ള സൗകര്യം ഒരുക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്കൂളിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. വിദ്യാഭ്യാസ വകുപ്പാണ് ഈ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. നമ്മളത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്ന പോലെ ചോദ്യക്കടലാസ് ഒരു സ്വകാര്യ ട്യൂഷൻ സെൻറ്റർ പരീക്ഷയ്ക്ക് മുൻപായി കാണിച്ചതിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിർണായക ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ.